അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, സൂറത്തുൽ ലുഖ്മാനിന്റെ 31 ആയത്തുകളാണ് നാം ഇതുവരെ വിശദീകരിച്ചത്. ഇന്നത്തോടുകൂടി സൂറത്തുൽ ലുഖ്മാനും അവസാനിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ വചനത്തെ അറിയേണ്ടതുപോലെ അറിയാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذَا غَشِيَهُم مَّوْجٌ كَالظُّلَلِ دَعَوُا اللَّهَ مُخْلِصِينَ لَهُ الدِّينَ فَلَمَّا نَجَّاهُمْ إِلَى الْبَرِّ فَمِنْهُم സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീമ് വരുമ്പോ ശ്രദ്ധ ചെയ്ത് മണിച്ചോദണം. وَمَا يَجْحَدُ بِآيَاتِنَا إِلَّا كُلُّ خَطَّارٍ كَفُورٍ. അവിടെ സുക്കൂനിന് ശേഷം കാഫ് വരുമ്പോ ഇഖ്ഫാ ചെയ്ത് മണിച്ചോദണം. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും واخشوا يوما لا يجزي والد عن ولده ولا مولود هو جاز عن والده شيئا. അവിടെ രണ്ട് സ്ഥലത്തും ഇദ്ഗാമും ബിഗുന്നയാണ്. എന്നാൽ ഹുവ ജാസിൻ അവിടെ മണിക്കാൻ പാടില്ല. തൻവീന് ശേഷം ഐന് വന്നാൽ ഇൽഹാറാണ്, മണിക്കാതെ വെളിവാക്കി ഓതണമെന്നാണ്. ഇന്ന വഅദല്ലാഹി ഹഖ് فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور. إن الله عنده علم الساعة وينزل الغيث ويعلم ما في الأرحام وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت. നഫ്സും ബി തൻവീന് ശേഷം ബാവ് വരുമ്പോ ഇഖ്ലാബാണ്. ഇന്നല്ലാഹ അലീമുൻ ഖബീർ അവിടെ മണിക്കരുത്. അലീമുൻ ഖ ഇൽഹാർ ചെയ്ത് മണിക്കാതെ വെളിവാക്കി ഓതണമെന്നാണ്. കഴിഞ്ഞ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ പറ്റി പറഞ്ഞു. കടലിലൂടെ സഞ്ചരിക്കുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹം. അതേ പ്രകാരം തന്നെ സബ്ബാർ, ഷക്കൂർ, അള്ളാഹുവിന്റെ അടുക്കല് വിജയിക്കുന്നതിന് മനുഷ്യന്റെ ഈമാനിന്റെ ഭാഗമായി സബറുണ്ടായിരിക്കണം, ശുക്റുണ്ടായിരിക്കണം എന്ന വിഷയം ആ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശദീകരിച്ചു. ഇനി ഈ ശുക്റില്ലാത്ത അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിക്കുന്ന വിഭാഗത്തെ ചൂണ്ടിക്കാണിക്കാൻ അള്ളാഹു അവരുടെ പ്രവൃത്തിയെ പറ്റി പറയുകയാണ്. وَإِذَا غَشِيَهُم مَّوْجٌ كَالظُّلَلِ وَإِذَا غَشِيَهُم അവരെ മൂടിയാൽ, ഗഷിയ എന്ന് പറഞ്ഞാൽ ആകെ മൂടിക്കളയുക എന്നാണ്. മൗജുൻ തിരമാലകൾ, ഏതുപോലെ? കദ്ദുലലി കുന്നുകൾ പോലെ, വലിയ മലകൾ പോലെ. അപ്പൊ വലിയ മലകളെ പോലെ തിരമാലകൾ, കൂറ്റൻ തിരമാലകൾ അവർക്ക് മുകളിലേക്ക് വന്ന് അവരെ മൂടിക്കഴിഞ്ഞാൽ ദഅവുല്ലാഹ് അവരല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. മുഖ്ലിസീന ലഹുദ്ദീൻ ആത്മാർത്ഥമായി. മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന് പറഞ്ഞാൽ കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് എന്നാണ്. വെറുതെ വിളിക്കുകയല്ല, മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന്. എന്താണ് ഈ കടലിൽ അള്ളാഹുവിനെ വിളിക്കുന്നത് എടുത്തു പറയാൻ കാരണം എന്നറിയോ? കരയിൽ എന്തെങ്കിലൊക്കെ അവലംബങ്ങൾ ഉണ്ടാകും, പക്ഷേ ചുറ്റോട് ചുറ്റും കടല് മാത്രമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ആരാണ് രക്ഷക്കുള്ളത്? അവിടെ അള്ളാഹുവിനെ അല്ലാതെ വിളിച്ചിട്ട് കാര്യമില്ല.
എന്ന് മക്കയിലെ മുശ്രിക്കുകൾ മനസ്സിലാക്കുമായിരുന്നു. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർറ്, അവരെ ആ കടലിലെ കൂറ്റൻ തിരമാലകളിൽ നിന്ന്, അപകടമുനമ്പിൽ നിന്ന്, അപകട സാഹചര്യങ്ങളിൽ നിന്ന്, ഫലമ്മാ നജ്ജാഹും അവരെ രക്ഷപ്പെടുത്തിയാൽ ഇലൽ ബർരി കടലിലെ കരയിലേക്ക്, ഫമിൻഹും മുഖ്തസിദ്, അവരുടെ കൂട്ടത്തിൽ മിതത്വം സ്വീകരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ വമാ യജ്ഹദു ബിആയാതിന, നമ്മുടെ ആയത്തുകളെ കൊണ്ട് നിഷേധിക്കുന്നില്ല, ഇല്ലാ കുല്ലു ഖത്താരിൻ കഫൂർ, അതിവഞ്ചകന്മാർ. ഖത്താർ എന്ന് പറഞ്ഞാൽ അതിവഞ്ചകന്മാർ, വഞ്ചിക്കുന്ന ആളുകൾ. കഫൂർ എന്ന് പറഞ്ഞാൽ നന്ദികെട്ട ആളുകൾ. അപ്പൊ ആദ്യം മുഖ്തസിദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മര്യാദ കാണിക്കുന്ന ആളുകൾ, അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരായിരിക്കും അവർ. കാരണം അള്ളാഹുവാണ് എല്ലായിടത്തും മനുഷ്യനെ രക്ഷിക്കുന്നതും അവന് എല്ലാ സൗകര്യം ചെയ്യുന്നതും. ആ ശുക്ർ ജീവിതത്തിൽ ഉണ്ടാവുക എന്നതാണ് പ്രധാനം. എന്നാൽ കരയിലെത്തിക്കഴിഞ്ഞാൽ വഞ്ചകരായ അല്ലെങ്കിൽ നന്ദികെട്ട ഒരു വിഭാഗവും ഉണ്ട് എന്ന് അള്ളാഹു പറയാൻ. ഇക്രിമത്ത് ഇബ്നു അബൂജഹലിന്റെ ഇസ്ലാമിക പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ നമുക്ക് കാണാം. ഇക്രിമ മക്കം ഫത്ഹായപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക അതിജയിച്ചപ്പോ ഇനി മുഹമ്മദിന്റെ കീഴിലൊന്നും ജീവിക്കാൻ എന്നെ കിട്ടൂല എന്ന് പറഞ്ഞ് പതുക്കെ അവിടുന്ന് രക്ഷപ്പെട്ട ഒരു കപ്പലിൽ കയറാണ്. കപ്പലിൽ യാത്ര ഇങ്ങനെ തുടരവേ സമുദ്രത്തിൽ അകപ്പെടുകയാണ്. സമുദ്രത്തിൽ വലിയ കൂറ്റൻ തിരമാലകളിൽ അകപ്പെട്ട് മറ്റാരും രക്ഷയ്ക്കില്ല എന്ന് മനസ്സിലായപ്പോ എല്ലാവരും കൂടി അല്ലാഹുവേ എന്ന് വിളിക്കാൻ. അത് മൊത്തത്തിൽ മുശ്രിക്കുകളുടെ ബഹുദൈവ വിശ്വാസികളുടെ ഒരു ശീലാണ്. അപ്പൊ ഇക്രിമ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ നമ്മളെല്ലാവരും അള്ളാഹുവിനെ വിളിക്കുന്നു, മുഹമ്മദ് അള്ളാഹുവിനെ മാത്രം വിളിക്കണമെന്ന് പറഞ്ഞതിൽ എന്താ തെറ്റ് എന്ന് പറഞ്ഞ് തിരിച്ച് കരയിലെത്തി ഇസ്ലാം സ്വീകരിച്ചതായിട്ട് ചരിത്രത്തിൽ കാണാം. അഥവാ എല്ലാ ദുരന്തത്തിലും എല്ലാ ദുർഘടാവസ്ഥയിലും നമ്മെ രക്ഷിക്കുവാൻ അള്ളാഹു മാത്രമാണ് എന്ന വിശ്വാസമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ ഒരു നിലപാടിലേക്ക് വരുന്നവരും, എന്നാൽ എല്ലാ വേദനകളും ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ അള്ളാഹനെ വിളിക്കും, അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ നന്ദികേട് കാണിക്കുന്ന ആളുകളും ഉണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി പൊതുവായി അള്ളാഹു ജനങ്ങളെ വിളിച്ചു പറയാണ്, യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളെ നാഥനെ സൂക്ഷിക്കണേ, വഖ്ശൗ യൗമൻ, ഒരു ദിനത്തെ നിങ്ങൾ ഭയപ്പെടണം, ലാ യജ്സി വാലിദുൻ അൻ വലദിഹി, ഒരു പിതാവും തന്റെ മകനെ തൊട്ട് പകരമാവുകയില്ല. വാലിദ് എന്നതുകൊണ്ട് രണ്ടും അർത്ഥമാകാം, മാതാവോ പിതാവോ ഉദ്ദേശിക്കപ്പെടാനാണ്. ഒരു മാതാപിതാക്കളും മക്കൾക്ക് പ്രയോജനം ചെയ്യാത്ത, ലാ യജ്സി എന്നതുകൊണ്ട് പ്രതിഫലം നൽകാത്ത, പ്രയോജനം ചെയ്യാത്ത, പകരമാവാത്ത എന്നൊക്കെ അർത്ഥമുണ്ട്. ഒരു മാതാപിതാക്കളും മക്കൾക്ക് യാതൊരു പ്രയോജനവും ചെയ്യാത്ത ദിനം അന്ത്യദിനമാണ്. വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി, മക്കള് മാതാപിതാക്കൾക്ക് ഒരു പ്രയോജനവും ചെയ്യാത്ത ദിനം. ശൈഅൻ, ഒന്നും പ്രതിഫലമായോ പ്രയോജനമായോ കൊടുക്കുകയില്ല, നൽകുകയില്ല. ഇന്ന വഅദല്ലാഹി ഹഖ്, ഇതാ അന്ത്യനാളുണ്ടാകുമെന്നും പരലോക വിചാരണയുണ്ടാകുമെന്നും സ്വർഗനരകങ്ങൾ നിങ്ങൾ കാണേണ്ടി വരുമെന്നുമെല്ലാം പറഞ്ഞ അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. അതുകൊണ്ട് ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവിന്റെ ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. വലാ യഗുറന്നകും ബില്ലാഹി ഗറൂർ, അള്ളാഹുവിനെ തൊട്ട് അൽ ഗറൂർ, മഹാവഞ്ചകൻ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ആരാണ് ആ മഹാവഞ്ചകൻ? അത് പിശാചാൻ, അത് ശൈത്താനാൻ. ദുനിയാവിനെ മനോഹരമാക്കി കാണിച്ചു തരുന്നത് ശൈത്താനാൻ. എല്ലാ വഞ്ചനകളിലും നമ്മളെ കൊണ്ടുപോയി ചാടിക്കുന്നത് ശൈത്താനാൻ. അന്നേ ദിനത്തിൽ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി എന്ന് തുടങ്ങി സൂറത്തു അബസയിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ. ഓരോ മനുഷ്യനും അവനവന് തന്നെ ചുമക്കാനുള്ള ഭാരവും പ്രയാസവും അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ആരെയും തിരിഞ്ഞു നോക്കൂല എന്നാണ്. അപ്പൊ ദുനിയാവിന്റെ മോഹവലയം നമ്മളെ വഞ്ചിക്കും, മറ്റൊന്ന് ആ മഹാവഞ്ചകനായ പിശാച് നമ്മളെ വഞ്ചിക്കും.
ദുനിയാവിന് ആര് പ്രാമുഖ്യം കൊടുത്തുവോ, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ. യഥാർത്ഥത്തിൽ ദുനിയാവിന് പ്രാമുഖ്യം കൊടുക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ശാശ്വതമായത് ആഖിറമല്ലേ. അതിനുവേണ്ടിയല്ലേ ഒരുങ്ങേണ്ടത്, അതിനുവേണ്ടിയല്ലേ പണിയെടുക്കേണ്ടത്. ദുനിയാവിലേക്ക് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കി തീർത്താലും പ്രിയപ്പെട്ടവരെ, അവയെല്ലാം താൽക്കാലികമാണ്. ശ്വാസം നിലച്ചുപോയാൽ മണ്ണിലേക്ക് കൊണ്ടുപോകുന്ന ശരീരമാണ് നമ്മുടേതെല്ലാം. അതുകൊണ്ടാണ് ഖുർആൻ പലയിടത്തും ഇതാ ആ ശൈത്താൻ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, ശൈത്താനാണ് ദുനിയാവിന്റെ എല്ലാറ്റിനെയും മനോഹരമാക്കി നമുക്ക് തോന്നിപ്പിക്കുന്നത്, അലങ്കാരമാക്കി തരുന്നത്. നമ്മൾ ഇവിടെ തന്നെ വസിക്കുവാനുള്ള ഒരു രൂപത്തിലാണ് നമ്മുടെ ജീവിതം എന്ന് നമ്മളെ മോഹിപ്പിക്കുന്നത്. അതുകൊണ്ട് അതിൽ പെട്ടുപോകരുത് എന്നാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും വിശ്വാസികൾ പരലോകത്തിന് പ്രാമുഖ്യം നൽകുന്നവരായിരിക്കണമെന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദുനിയാവ് അങ്ങനെങ്കിലൊക്കെ കഴിഞ്ഞു പോകും. എത്ര സമ്പന്നനാണെങ്കിലും എത്ര ദരിദ്രനാണെങ്കിലും ഒരു ചാണ് വയറല്ലേ വേണ്ടതുള്ളൂ. അതങ്ങനെ നിറഞ്ഞ് അതങ്ങനെ പുറത്തേക്ക് പോയി കുറച്ചു കാലം ജീവിക്കേണ്ടവരെല്ലാം ജീവിക്കും. എത്ര സുഖസൗകര്യത്തോടെ ജീവിച്ചവനും എത്ര ദാരിദ്ര്യാവസ്ഥയിൽ ജീവിച്ചവനും അവന്റെ ശരീരം മണ്ണോട് ചേരുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഈ ലോകം എല്ലാവർക്കും ഇവിടെ അള്ളാഹു പരമകാരുണികനാണ്, എല്ലാം നൽകും. പരലോകത്ത് അങ്ങനെയല്ല. ഇവിടെ നല്ല അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിച്ചവർക്കാണ് പരലോകത്ത് സ്വർഗം ലഭിക്കുക എന്നാണ്. അതുകൊണ്ട് ദുനിയാവിൽ വഞ്ചിതരായി പോകണ്ട എന്നതാണ് അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തൽ. ആ മഹാവഞ്ചകൻ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. പിശാച് പലതും നല്ലതാക്കി തോന്നിക്കും, അതിലും നിങ്ങൾ പെട്ടുപോകരുത് എന്നാണ് അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തൽ. ഇന്നല്ലാഹ, തീർച്ചയായിട്ടും അല്ലാഹു, ഇൻദഹു ഇൽമുസ്സാഅ, അവന്റെ അടുക്കലാണ് അന്ത്യനാളിന്റെ അറിവുള്ളത്. മുത്തസ്സാഅ എന്ന് പലപ്പോഴായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചവരുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ പരലോകത്തേക്ക് വേണ്ടി നിങ്ങൾ സൂക്ഷിക്കണം, വഞ്ചകനെ സൂക്ഷിക്കണം, ഒരു ദിവസത്തെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എപ്പോഴാ അത് എന്ന് ചിലരൊക്കെ വന്ന് ചോദിച്ചു എന്നാണ്. ആ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇങ്ങനെ ഒരു ആയത്ത് അവതരിച്ചത് എന്ന് അഭിപ്രായമുണ്ട്. വാരിസ് ഇബ്നു അംർ എന്ന ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അത്ര മുഹമ്മദേ, എപ്പോഴാണ് അന്ത്യസമയം ഉണ്ടാവുക? ഞങ്ങളുടെ നാട്ടിൽ മഴയില്ല, എപ്പോഴാണ് മഴ വർഷിക്കുന്നത്? അതേപ്രകാരം തന്നെ ഞാനിപ്പോൾ എന്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ എന്റെ ഭാര്യയ്ക്ക് ഗർഭമുണ്ട്, അവൾ ഏത് കുട്ടിയെയാണ് പ്രസവിക്കുന്നത്? ഇങ്ങനെ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു എന്നാണ്. ആ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടായിരുന്നു ഈ കുഞ്ഞിന്റെ അല്ലെങ്കിൽ ഈ ആയത്തിന്റെ വിശദീകരണം. യഥാർത്ഥത്തിൽ ഇതിന്റെ നേർക്കുനേരെയുള്ള വിശദീകരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്ത്യനാൾ എപ്പോഴാണ് എന്ന് ആർക്കും അറിയില്ല. അതേപ്രകാരം തന്നെ യുനസ്സിലുൽ ഗൈസ, മഴ വർഷിക്കുന്നത് എത്ര മഴ ഉണ്ടാവും, എത്ര അളവിൽ മഴ ഉണ്ടാവും, ഏത് രൂപത്തിൽ മഴ ഉണ്ടാവും, എപ്പോൾ മഴ ഉണ്ടാവും. നമ്മുടെ കാലാവസ്ഥാ പ്രവചനമൊക്കെ താൽക്കാലികമായി അത് പ്രവചിക്കും, പക്ഷെ അതുപോലെ ഉണ്ടായിക്കൊള്ളുന്നില്ല അല്ലെ. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ കഴിഞ്ഞതിന്റെ 2 പ്രളയം കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. ഇനി ഇതൊക്കെ ഉണ്ട് എങ്കിലും പ്രിയപ്പെട്ടവരെ, എവിടെ, എപ്പോൾ, എത്ര തോതിൽ, അല്ലെങ്കിൽ എപ്പോൾ, എങ്ങനെ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ആർക്കും ഉണ്ടാവില്ല. ഏകദേശ പ്രവചനം, അനുമാനം, ഊഹം, കാലാവസ്ഥയുടെ ചലനങ്ങളും മുൻകൂട്ടി അത് പറഞ്ഞു വെച്ചതും അതിന്റെ ഉപകരണങ്ങളുമെല്ലാം കൊണ്ട് ചിലതൊക്കെ പ്രവചിക്കുമെന്ന് മാത്രം. വയഅലമു മാ ഫിൽ അർഹാം, അല്ലാഹുവാണ് ഗർഭപാത്രത്തിലുള്ളത് അറിയുന്നത് എന്നാണ്. എന്താണ് ഈ ഗർഭപാത്രത്തിൽ? ആണോ പെണ്ണോ എന്ന് മാത്രമല്ല കേട്ടോ, ആ കുട്ടി വിജയിക്കുമോ പരാജയപ്പെടുമോ, അവന്റെ ആയുസ് എത്രയാണ്, അവൻ ഭൂമിയിൽ എങ്ങനെ ജീവിക്കും, അങ്ങനെ ഒരു കുഞ്ഞുമായി ബന്ധപ്പെട്ട എല്ലാ അറിവുകളും ഇതിൽ പെട്ടു എന്നാണ്. അതല്ലാതെ ആണും പെണ്ണും അറിയും, അതല്ല മാത്രമേ അറിയൂ എന്ന ഒരു വാദമൊന്നും ഈ ഖുർആനിന്റെ ആയത്ത് മുന്നോട്ട് വെക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമായ അറിവുകളായി ഇവ എണ്ണുക എന്നത് അള്ളാഹുവിൽ മാത്രമായിട്ടുള്ള അറിവുകൾ ഏതൊക്കെയാണോ അതാണ്. ഒരു കുഞ്ഞ് വിജയിക്കുമോ പരാജയപ്പെടുമോ, ആ കുഞ്ഞ് എത്ര കാലം ജീവിക്കും, ഇതൊന്നും ആർക്കും അറിയില്ലല്ലോ.
ഇതിൽ 5 കാര്യങ്ങളാണ് ഈ ആയത്തിൽ പറയുന്നത്. ഈ 3 കാര്യങ്ങൾക്ക് പുറമെ വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ, ഒരാളും അറിയുകയില്ല നാളെ എന്താണ് പ്രവർത്തിക്കുക എന്ന്. വമാ തദ്രി, അറിയുകയില്ല, നഫ്സുൻ, ഒരാളും, മാദാ, എന്ത്, തക്സിബു ഗദാ, നാളെ എന്ത് പ്രവർത്തിക്കും അല്ലെങ്കിൽ സമ്പാദിക്കും. അതേ പ്രകാരം തന്നെ വമാ തദ്രി നഫ്സുൻ ബി അയ്യി അർളിൻ, ഏത് ഭൂമിയിലാണ് തമൂത്തു, മരിക്കുക. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, തീർച്ചയായിട്ടും അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, സൂക്ഷ്മജ്ഞാനിയാണ്. 5 കാര്യങ്ങളാണ് ഈ ആയത്തിൽ അല്ലാഹു സൂചിപ്പിക്കുന്നത്. ഒന്ന്, അന്ത്യനാളാണ്. ലോകത്തിന്ന് വരെ ആർക്കും പ്രവചിക്കാൻ കഴിയില്ല ഇത്ര കാലം ഉണ്ടാവും ഇനി ഈ ഭൂമി എന്ന് ആർക്കും പറയാൻ കഴിയില്ല. എല്ലാം അനുമാനങ്ങൾ മാത്രമാണ്. അതേ പ്രകാരം തന്നെ മഴയുടെ വിഷയം, ഗർഭപാത്രത്തിലുള്ള ഒരു കുഞ്ഞ്, അവന്റെ ജീവിതത്തിന്റെ വിജയപരാജയങ്ങളുടെ വിഷയം. മറ്റൊന്ന് ഒമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ, നാളെ എന്താ സംഭവിക്കുക. നാളെ നമ്മുടെ പ്ലാൻ ഉണ്ടാവും, കണക്ക് കൂട്ടലുകൾ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. പക്ഷേ ചില കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റും. നമ്മൾ വിചാരിക്കുന്നതൊന്നും നാളെ നടന്നോളണമെന്നില്ല. ഒമാ തദ്രീ നഫ്സും ബി അയ്യി അർളിൻ തമൂത്ത്, എവിടെ വെച്ചാ മരിക്കാന്നും അറിയില്ല. ഏത് ഭൂമികയിൽ വെച്ചാണ് നമ്മുടെയൊക്കെ ജീവൻ നഷ്ടപ്പെടുക എന്നറിയില്ല. നമ്മൾ എവിടെ വെച്ച് മരിക്കണമെന്ന് ആഗ്രഹിച്ചാലും അവിടെ തന്നെ മരിക്കണം എന്നില്ലല്ലോ. എവിടെയാണോ ഒരാളുടെ മരണം അള്ളാഹു തീരുമാനിച്ചത് അവിടേക്ക് നമ്മൾ എത്തിപ്പെടും. എന്തെങ്കിലൊക്കെ കാരണം പറഞ്ഞ് എത്തിപ്പെടും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരു ഉമ്മ വിദേശത്തേക്ക് വരാൻ മടിച്ച് അവസാനം മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയപ്പോ ഉമ്മ പറഞ്ഞ മറുപടി, മക്കളെ ഞാൻ അവിടത്തേക്ക് വരികയില്ല, ഞങ്ങളൊക്കെ അവിടെ, എല്ലാ മക്കളും വിദേശത്താണ്, ഓരോരോ മക്കള് നാട്ടിലേക്ക് വരണ്ടല്ലോ, അതുകൊണ്ട് ഉമ്മ ഒരിക്കലും അങ്ങോട്ട് വന്നില്ല എന്നാണ്. അവസാനം ഈ ഉമ്മ ഒരാഴ്ച കാലത്തേക്ക് എന്ന് മാത്രം പറഞ്ഞ് വിദേശത്തേക്ക് വന്നു. ആ ഒരാഴ്ച കാലം കൊണ്ട് ഒരു മകന്റെ വീട്ടിൽ നിന്ന് മറ്റൊരു മകന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് മരണം സംഭവിച്ചു എന്നാണ്. ആ ഉമ്മ ഒരിക്കലും അവിടെ വെച്ച് മരിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ അള്ളാന്റെ തീരുമാനം ഉമ്മ അവിടെ വെച്ച് മരിക്കണം എന്നായിരുന്നു. നമ്മുടെ മരണം എവിടെയാണോ നമ്മൾ അവിടെ എത്തും, പ്രിയപ്പെട്ടവരെ. അതേ പ്രകാരം തന്നെ എപ്പോഴത് സംഭവിക്കാന്ന് പറയാൻ കഴിയില്ല. ഏത് റൂട്ടിലാണ്, ഏത് കാട്ടിലാണ്, ഏത് കടലിലാണ്, ഏത് പുഴയിലാണ്, ഏത് ഫ്ലൈറ്റിലാണ്, ഏത് ട്രെയിനിലാണ്, ഏത് ബസ്സിലാണ്, ഒന്നും പറയാൻ കഴിയില്ല. നമ്മുടെ ജീവിതം എവിടെ വെച്ച് അവസാനിക്കുന്നു പറയാൻ കഴിയില്ല. രാത്രി കിടന്നുറങ്ങിയവർ ഒരുപക്ഷെ നേരം വെളുത്താൽ ജീവനോടെ ഉണ്ടാകണമെന്നില്ല. ഇതൊക്കെ നമ്മുടെ ചുറ്റുഭാഗത്തും നിരന്തരം നമ്മൾ കാണുന്ന കാഴ്ചകളാണ്, അല്ലെ? അപ്പൊ ജീവിതം അങ്ങനെയാണ്. അപ്പൊ 5 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അന്ത്യനാള്, അതേപ്രകാരം തന്നെ മഴ വർഷിക്കുന്നത്, ഗർഭപാത്രങ്ങളിലുള്ള കുഞ്ഞിന്റെ അവസ്ഥ, നാളെ എന്ത് ചെയ്യുമെന്ന്, മരണം എവിടെ സംഭവിക്കുമെന്ന്. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, അള്ളാഹു എല്ലാം അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമാണ് എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. സൂറത്തുൽ ലുഖ്മാനിൽ ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ അള്ളാഹു നൽകുന്നുണ്ട്. അവയെല്ലാം ജീവിതത്തിൽ പാലിക്കുവാനും അങ്ങനെ സത്യവിശ്വാസത്തിലൂടെ ജീവിക്കുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കേവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നിന്റെ കലാം പഠിക്കാനുള്ള, നിന്റെ വചനം പഠിക്കാനുള്ള, നിന്റെ ഖുർആൻ പഠിക്കാനുള്ള ഞങ്ങളെ പരിശ്രമത്തെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ അല്ലാ. ഞങ്ങളിൽ ഒരുപാട് ആളുകൾ ഈ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കെ തന്നെ നിന്നിലേക്ക് യാത്രയായവരുണ്ട് അള്ളാഹുവേ. ഈ ഖുർആൻ പഠിതാക്കളിൽ ചിലർ ഇതാ നിന്നിലേക്ക് യാത്രയായിട്ടുണ്ട് അള്ളാഹുവേ. അവരുടെയൊക്കെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. അവരുടെ ഖുർആനുമായിട്ടുള്ള ബന്ധം നീ നിലനിർത്തുകയും ആ ഖുർആനിന്റെ ശഫാഅത്തിന് അവർ അർഹരാക്കുകയും ചെയ്യണമേ അല്ലാ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.